ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 6, ശ്ലോക 9. സംസാരചക്രമയി ചക്രധര ക്രിയാഃ തേ വീര്യം മഹാ അസുരഗണാഃ അസ്ഥികുലാനി ശൈലാഃ നാട്യഃ സരിത്സമുദ്ദയാഃ തരവഃ ചരോമഃ ജീയാത് ഇദം വപുഃ അനിർവചനീയം ഈശ. സംസാര, ഈ സംസാര ലോകം, ചക്രമയി കാലചക്രത്തിൽ, ചക്രധര ചക്രധാരിയായ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു, ക്രിയാഹ വ്യാപാരങ്ങൾ, തേ ഭഗവാന്റെ, വീര്യം പരാക്രമം, മഹാ വമ്പിച്ച, അസുരഗണാഹ അസുരകൂട്ടങ്ങൾ, അസ്ഥികുലാനി അസ്ഥികൂട്ടം, ശൈലാഹ പർവതങ്ങൾ, നാട്യക നാഡീവ്യൂഹങ്ങൾ, സരിത് സമുദയാഹ നദികൾ, തരവഹ മരങ്ങൾ, ചേർന്ന്, രോമഹ രോമങ്ങൾ, ജീയാത് ജയിക്കട്ടെ, ഇതം ഇപ്രകാരം, വപുഹു ശരീരം, അനിർവചനീയം വിവരിക്കാൻ സാധിക്കാത്തത്, ഈശ ഭഗവാനെ. സംസാരചക്രമയി ചക്രധര ക്രിയാസ്ഥേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഃ നാട്യഃ സരിത് സമുദയത്സരവശ്ചരോമജ്ജിയാതീതം വപുരന നിർവചനീയമീശ. ഇവിടെ ഭഗവാന്റെ ഓരോ ഭാഗങ്ങൾ പ്രപഞ്ചത്തിലെ എന്തൊക്കെയാണ് കുറിക്കുന്നതെന്നാണ് ഈ ദശകത്തിൽ വിവരിക്കുന്നത്. അതിനാൽ ഈ ദശകം ഭഗവാന്റെ വിരാട് സ്വരൂപ വർണ്ണനം എന്ന് പറയുന്നു. അതായത് ഭഗവാന്റെ ആ ഒരു ചക്രധാരിയായ ഭഗവാന്റെ വ്യാപാരങ്ങളെ ഈ സംസാര ലോകത്തിന്റെ കാലചക്രമായി കരുതുന്നു. ഭഗവാന്റെ പരാക്രമങ്ങളെ വമ്പിച്ച അസുര കൂട്ടങ്ങളായും, അസ്ഥികൂട്ടത്തെ പർവ്വതങ്ങളായും, നാഡീവ്യൂഹങ്ങളെ നദികളായും, രോമങ്ങളെ മരങ്ങളായും, ഇങ്ങനെ ഭഗവാന്റെ ഓരോരോ ഇപ്രകാരം ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളും വിവരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളുടെ അനുഭാഗത്തിലാണ്. അപ്പോൾ ഈ ദശകത്തിൽ ഈ ഒരു ഭഗവാന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ.